മധ്യ കേരളത്തിൽ നിർണായകമായ പോരാട്ടം നടക്കുന്ന തൃശൂരിൽ ഇക്കുറി പൂരം നടത്തിപ്പിലെ ഉണ്ടായ അപാകതകൾ പോലും ഒരു വിഷയമായി മാറുന്നു. അതേക്കുറിച്ച് അവിടുത്തെ സ്ഥാനാർത്ഥി പറയുന്നതാണ് നമ്മൾ കേട്ടത്. അപ്പോൾ നമുക്ക് മധ്യ കേരളത്തിൽ തൃശൂരിൽ നിന്ന് തുടങ്ങാം. ശക്തമായ ത്രികോണ മത്സരം തൃശൂരിൽ നടക്കുമ്പോൾ അവിടെ അവസാനം തിടമ്പേറ്റുന്നത് ആരായിരിക്കും ലേബി? സുജയ, ഞാൻ ഒടുവിൽ പറയാം എന്ന് കരുതി മാറ്റിവെച്ചതാണ് നേരത്തെ തൃശൂർ മണ്ഡലം. കാര്യം ബാക്കിയുള്ള മണ്ഡലങ്ങളുടെ സ്വഭാവത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമാണ് തൃശൂരിന്റെ ഒരു രാഷ്ട്രീയ സ്വഭാവം. ഇക്കുറി ത്രികോണ മത്സരം എന്ന് പറയുമ്പോൾ ഈ കേരളത്തിലെ 20 മണ്ഡലങ്ങളിൽ ഏറ്റവും കനത്ത പോരാട്ടം, ഏറ്റവും ആവേശകരമായ പോരാട്ടം, അല്ലെങ്കിൽ ആര് ജയിക്കുമെന്ന് ഒരു സൂചന പറയാൻ സാധിക്കാത്ത രീതിയിലുള്ള മുന്നേറ്റം 3 സ്ഥാനാർത്ഥികളും നടത്തുന്ന മണ്ഡലം, ഇങ്ങനെയൊക്കെ തൃശൂരിനെ വിശേഷിപ്പിക്കാൻ സാധിക്കും. ഇതിനിടയിലാണ് വളരെ സെൻസിറ്റീവായ ഒരു വിഷയം കടന്നു കയറിയിരിക്കുന്നത്. തൃശൂർ പൂരത്തിലെ പോലീസ് ഇടപെടലുമായി ബന്ധപ്പെട്ട ഉയർന്നിരിക്കുന്ന പ്രശ്നത്തിൽ ജുഡീഷ്യൽ അന്വേഷണമാണ് ഇപ്പോൾ സുരേഷ് ഗോപി, BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ആവശ്യപ്പെടുന്നത്. തീർച്ചയായും ഈ സംഭവം, തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട ഉണ്ടായ സംഭവം BJPക്കാണോ അതോ UDFനാണോ ഏതെങ്കിലും രീതിയിൽ ഗുണം ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഈ 2 മുന്നണികളിൽ ഒരു നേട്ടം ഉണ്ടാക്കാനുള്ള അനുകൂല സാഹചര്യം ഒരുക്കുമോ എന്നൊക്കെ രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുന്ന ഒരു സംഭവം കൂടിയാണിത്. ഏതായാലും തൃശൂർ നമ്മുടെ 20 മണ്ഡലങ്ങളിലും ഏറ്റവും നിർണായകമായ മത്സരം നടക്കുന്ന സ്ഥലമാണ്, ഏറ്റവും കനത്ത പോരാട്ടം നടക്കുന്ന മത്സരം തന്നെയാണ്. അപ്പോൾ മധ്യ കേരളത്തിലെ വിവരങ്ങളാണ് ലേബി സജീന്ദ്രൻ പങ്കുവച്ചത്. തൃശൂരിൽ ശക്തമായ പോരാട്ടം നടക്കുകയാണ്. നമുക്ക് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കൂടി പോകണം. കേരളത്തിലെ